കൈൻഡ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്ന ഏരിയ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിബഞ്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഇൻട്രൊഡക്ഷൻ ഡിസ്കസ് ചെയ്തിരുന്നു. ആ ക്ലാസ് കൂടെ വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. കൈൻഡ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് ഓർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിബഞ്ചേഴ്സിനെ മെയിനായിട്ട് 4 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതിൽ വരുന്ന ഒന്നാമത്തത് ഓൺ ദി ബേസ് ഓഫ് രജിസ്ട്രേഷനെ ബേസ് ചെയ്തുകൊണ്ട്, then based on security, then next based on redemption, then based on convertibility. ഇങ്ങനെ 4 തരത്തിൽ മെയിനായിട്ട് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. മെയിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് എന്താണ് ഡിബഞ്ചേഴ്സ്. അതിൽ ബേസ്ഡ് ഓൺ രജിസ്ട്രേഷനെ ബേസ് ചെയ്തുകൊണ്ട് രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് എന്നും ബെയറർ ഡിബഞ്ചേഴ്സ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ബേസ്ഡ് ഓൺ സെക്യൂരിറ്റി സെക്വേർഡ് ഡിബഞ്ചേഴ്സ് എന്നും അൺസെക്വേർഡ് ഡിബഞ്ചേഴ്സ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇനി ബേസ്ഡ് ഓൺ റിഡംഷൻ റെഡീമബിൾ ഡിബഞ്ചേഴ്സ് ഇറഡീമബിൾ ഡിബഞ്ചേഴ്സ്, ദെൻ ബേസ്ഡ് ഓൺ കൺവേർട്ടബിലിറ്റി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. ഇങ്ങനെ എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. ഇതിൽ ഫസ്റ്റ് വൺ വരുന്നത് എന്താണ്, ബേസ്ഡ് ഓൺ രജിസ്ട്രേഷൻ ആണ്. രജിസ്ട്രേഷനെ ബേസ് ചെയ്തുകൊണ്ട് ഡിബഞ്ചേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു, ദാറ്റ് ഈസ് രജിസ്റ്റേർഡും ബിയറർ ഡിബഞ്ചേഴ്സും. അതിൽ രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ഡിബഞ്ചേഴ്സ് ആർ ട്രാൻസ്ഫേർഡ് ടു പേഴ്സൺ ഹു റെക്കോർഡഡ് ഇൻ രജിസ്റ്റർ ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഓക്കെ, ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ റെക്കോർഡിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള പേഴ്സണിലേക്ക് മാത്രമേ ഈ ഒരു രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു ട്രാൻസ്ഫർ കമ്പനിയുടെ നോളജ് മുഖേനയല്ലാതെ, കമ്പനിയുടെ അറിവോടെ കൂടെയല്ലാതെ ഈ ഒരു ഡിബഞ്ചറിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുകയില്ല. ഇതിനെയാണ് രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബിയറർ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ പേബിൾ ടു ബിയറർ, ദാറ്റ് ഈസ് ഇറ്റ് മെയിൻറ്റെയിൻസ് നോ റെക്കോർഡ് വിത്ത് ദി കമ്പനി, ദാറ്റ് ഈസ് നോ രജിസ്റ്റർ വിത്ത് ദി കമ്പനി ഇൻ ദി കേസ് ഓഫ് ബിയറർ ഡിബഞ്ചേഴ്സ്. മിയർ ഡെലിവറി ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഡീഡ് ആവശ്യമായിട്ട് വരുന്നില്ല ഈ ഒരു ബിയറർ ഡിബഞ്ചേഴ്സിൻ്റെ കേസിൽ. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത് എന്താണ്, ബേസ്ഡ് ഓൺ സെക്യൂരിറ്റി ആണ്. സെക്യൂരിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് സെക്വേർഡും അൺസെക്വേർഡും ഇങ്ങനെ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതായത് ഇവിടെ സെക്വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് സെക്വേർഡ് വിത്ത് ആൻ അസറ്റ് ഓർ ഗ്രൂപ്പ് ഓഫ് അസറ്റ്. ഇവിടെ സെക്വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോർഗേജ് എന്നും പറയാം, മോർഗേജ് ഡിബഞ്ചേഴ്സ് എന്നും. അതായത് ദിസ് ഡിബഞ്ചേഴ്സ് ആർ സെക്വേർഡ് ബൈ ആൻ അസറ്റ് വിത്ത് ദി കമ്പനി. ഓക്കെ, ഒരു കമ്പനിയുടെ അസറ്റുമായിട്ട് എന്തായിരിക്കും, അത് സെക്വേർഡ് ആയിരിക്കും. അതായത് ഒരു പെർട്ടിക്കുലർ അസറ്റ് ആവാം അല്ലെങ്കിൽ ജനറൽ അസറ്റ് ആവാം. അത്തരത്തിൽ സെക്വേർഡ് ആയിട്ടുള്ള ഡിബഞ്ചേഴ്സിനെ നമുക്ക് സെക്വേർഡ് അല്ലെങ്കിൽ മോർഗേജ് ഡിബഞ്ചേഴ്സ് എന്ന് പറയാം. ഇനി അൺസെക്വേർഡ് അല്ലെങ്കിൽ നെയ്ക്ഡ് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് നോട്ട് സെക്വേർഡ് വിത്ത് ദി കമ്പനി. ഓക്കെ, ദീസ് ഡിബഞ്ചേഴ്സ് ആർ നോട്ട് സെക്വേർഡ് ബൈ എ പെർട്ടിക്കുലർ അസറ്റ് ഓർ ജനറൽ അസറ്റ് വിത്ത് ദി കമ്പനി, ദറ്റ് ഈസ് നോൺ ആസ് അൺസെക്വേർഡ് ഓർ നെയ്ക്ഡ് ഡിബഞ്ചേഴ്സ്. ദെൻ നെക്സ്റ്റ് ബേസ്ഡ് ഓൺ റിഡംഷൻ റെഡീമബിൾ ആൻഡ് ഇറഡീമബിൾ ഡിബഞ്ചേഴ്സ്. അതായത് റെഡീമബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് റെഡീമഡ് ആഫ്റ്റർ എ ഫിക്സ്ഡ് പീരീഡ് ഓഫ് ടൈം ആൻഡ് ഇറ്റ് മേ ബി റെഡീമഡ് ഇൻ ലംസം ഓർ ഇൻസ്റ്റാൾമെൻറ്റ്. ലംസം ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റിലോ നമുക്ക് എന്ത് ചെയ്യാം, റിഡീം ചെയ്യാം. എന്നാൽ ഇറഡീമബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദീസ് ആർ നോട്ട് റിഡീമബിൾ ആഫ്റ്റർ എ ഫിക്സ്ഡ് പീരീഡ് ഓഫ് ടൈം, ദാറ്റ് ഈസ് നോൺ ആസ് ഇറഡീമബിൾ. ദെൻ നെക്സ്റ്റ് ബേസ്ഡ് ഓൺ കൺവേർട്ടബിലിറ്റി കൺവേർട്ടബിൾ ആൻഡ് നോൺ കൺവേർട്ടബിൾ. കൺവേർട്ടബിൾ മീൻസ് എന്താണ്, ദർ ഈസ് എൻ ഓപ്ഷൻ ടു കൺവേർട്ട് ഇൻ ടു ഷെയർസ്. ഓക്കെ, ഈ ഡിബഞ്ചേഴ്സിനെ ഷെയർസിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അതിനെയാണ് എന്ത് പറയുന്നത്, കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി ഫുള്ളി ഓർ പാർട്ട്ലി കൺവേർട്ടബിൾ. നമുക്ക് ഫുള്ളി കൺവേർട്ട് ചെയ്യാം അല്ലെങ്കിൽ പാർട്ട്ലി കൺവേർട്ട് ചെയ്യാം. ദെൻ നോൺ കൺവേർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ നോട്ട് കൺവേർട്ടബിൾ ഇൻ ടു ഷെയർസ്. ഇത് ഷെയർസിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുകയില്ല, ഷെയർസിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുകയില്ല. അതിനെ എന്ത് പറയും, ഇവിടെ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് ചെയ്യാം നമുക്ക് പറയാം. ഓക്കെ, ഇതാണ് മെയിനായിട്ട് ഡിബഞ്ചേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇനി ഇതുകൂടാതെ വേറെയും ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓൺ ദി ബേസ് ഓഫ് രജിസ്ട്രേഷൻ, ബേസ്ഡ് ഓൺ സെക്യൂരിറ്റി, ബേസ്ഡ് ഓൺ റിഡംഷൻ ആൻഡ് ബേസ്ഡ് ഓൺ കൺവേർട്ടബിലിറ്റി. ബേസ്ഡ് ഓൺ രജിസ്ട്രേഷൻ രജിസ്റ്റേർഡ് ബിയറർ, ബേസ്ഡ് ഓൺ സെക്യൂരിറ്റി സെക്വേർഡ് അൺസെക്വേർഡ്, റിഡംഷൻ റെഡീമബിൾ ഇറഡീമബിൾ, ബേസ്ഡ് ഓൺ കൺവേർട്ടബിലിറ്റി കൺവേർട്ടബിൾ ആൻഡ് നോൺ കൺവേർട്ടബിൾ. നെക്സ്റ്റ് ഇതിൽ വരുന്ന ഒരു കൈൻഡ്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ കൂപ്പൺ റേറ്റ്. 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം, സ്പെസിഫിക് റേറ്റ് എന്നും സീറോ കൂപ്പൺ ബോണ്ട് എന്നും അതേപോലെ സ്പെസിഫിക് റേറ്റ് എന്നും. അതായത് ഇൻ ദി കേസ് ഓഫ് സ്പെസിഫിക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ദിസ് ഈസ് ഇഷ്യൂഡ് വിത്ത് എ സ്പെസിഫിക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതിനെയാണ് കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത്.
ഒരു സ്പെസിഫിക് റേറ്റ് ഉണ്ടാവും, അതിനാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഡിബഞ്ചേഴ്സിനെ ഇഷ്യൂ ചെയ്യുന്നത്. ഇറ്റ് മേ ബി ഫിക്സ്ഡ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ആവാം അല്ലെങ്കിൽ ഫിക്സ്ഡ് ആവാം. ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്ക്ഡ് വിത്ത് ബാങ്ക് റേറ്റ് ആൻഡ് ഈൽഡ് ഓൺ ട്രഷറി ബോണ്ട്സ് പ്ലസ് റിവാർഡ് ഫോർ റിസ്ക്. ഓക്കെ, അതും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതാണ് ഫ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. സ്പെസിഫിക് റേറ്റ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഒരു സ്പെസിഫൈഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവും, അതിനെ സ്പെസിഫിക് റേറ്റ് എന്ന് പറയാം. എന്നാൽ സീറോ കൂപ്പൺ ബോണ്ടിൻ്റെ കേസിൽ അവിടെ എന്തുണ്ടാവില്ല, ഒരു സ്പെസിഫൈഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവുകയില്ല. സാധാരണ ഇത് ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ജനറലി ഇഷ്യൂഡ് അറ്റ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. ദെൻ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഫേസ് വാല്യൂ ആൻഡ് ഇഷ്യൂ പ്രൈസ് ഈസ് ഇൻട്രസ്റ്റ്. ടോട്ടൽ പ്രൈസ് ഓഫ് ഇൻട്രസ്റ്റ്, ടോട്ടൽ വാല്യൂ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫേസ് വാല്യൂവും ഇഷ്യൂ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് നമ്മൾ കൈൻഡ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്